ഇന്ന് ലോക ഭിന്നശേഷി ദിനം. ശാരീരിക വൈകല്യമുള്ളവരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും യാതനകളും ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിന് മുന്നിൽ ഓർമ്മപ്പെടുത്തലായി മാറുകയാണ്. സർക്കാർ ജീവനക്കാരിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർ അവരുടെ ആവശ്യങ്ങളും പരിവേദനങ്ങളും അറിയിക്കാനായി നടത്തിയ ധർണയാണ് ഇന്ന് പൊതുമനസാക്ഷിക്ക് മുന്നിൽ 140 ന്യൂസ് എത്തിക്കുന്നത്. പരിഗണന നൽകുന്നു എന്ന് പറയുമ്പോഴും ഭിന്നശേഷിക്കാർ അനുഭവിക്കുന്ന വേദനകൾക്ക് മുന്നിൽ പൊതുസമൂഹം നൽകുന്ന പരിഗണന മതിയായതാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ ജോലിയുള്ളവർ പോലും അവഗണനയും കഷ്ടതകളും അനുഭവിക്കുമ്പോൾ ജോലി പോലും ഇല്ലാത്തവരുടെ അവസ്ഥ എന്താണെന്ന് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭിന്നശേഷിക്കാരായ സർക്കാർ ജീവനക്കാർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. വളരെ അടിവരയിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴും നമ്മൾക്ക് മറ്റുള്ള മനുഷ്യരെ ആശ്രയിക്കാതെ പല ഓഫീസുകളിലും പല പൊതുയിടങ്ങളിലും എത്തിച്ചേരാനോ നമ്മളുടെ സൗകര്യങ്ങൾ നിറവേറ്റാനോ സാധിക്കുന്നില്ല. ഇത് നമ്മളെപ്പോലുള്ള സർക്കാർ ജീവനക്കാർക്ക് കുറെ കൂടിയൊക്കെ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഒരു പക്ഷേ പൊതുജനം തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളാണ് നമ്മൾ നേരിടുന്നത് എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിനും ഒപ്പം തന്നെ ഭരണാധികാരികളുടെ മനസാക്ഷിയെയും അവരുടെ ജനാധിപത്യ ബോധത്തെയും ഉണർത്തുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു സൂചനയായി കാണണമെന്ന് മാത്രം ഞാൻ ബന്ധപ്പെട്ട അധികാരികളോടും ഭരണാധികാരികളോടും അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരാൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ 100 ആളോ അല്ലെങ്കിൽ 1000 സകലാംഗരായിട്ടുള്ള ആളുകൾ ഈ ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് ഇവിടെ എത്തിച്ചേരുന്നതിന് തുല്യമാണ് എന്ന് ഭരണകൂടം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ എത്രയും വേഗത്തിൽ നിവർത്തിച്ചു തരണം. നമ്മൾ വളരെ ന്യായമായ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. രാജ്യത്തെ ഭരണകൂടവും അതായത് കേന്ദ്ര സർക്കാരും അതുപോലെയുള്ള സംവിധാനങ്ങളും എല്ലാം ഈ നിയമങ്ങൾ നടപ്പിലാക്കി പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കി വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും നമ്മൾക്ക് ആനുകൂല്യം ലഭിക്കുന്നില്ല. അപ്പോൾ ഭിന്നശേഷി ജീവനക്കാർക്ക് പ്രൊമോഷനിൽ 4% സംവരണം അനുവദിക്കുക, അതുപോലെ സൂപ്പർ ന്യൂമറി തസ്തികയിൽ സ്ഥിരപ്പെടുത്തിയ ജീവനക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ചുകൊണ്ട് അവരെ റെഗുലറൈസ് ചെയ്യുക, അതുപോലെ എല്ലാ സർക്കാർ ഓഫീസുകളും പൊതുയിടങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കുക, ഭിന്നശേഷിക്കാർക്ക് പ്രൊമോഷനിലും സ്ഥലം മാറ്റത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം പണ്ടുണ്ടായിരുന്ന ആനുകൂല്യങ്ങളെല്ലാം നിയമത്തിനനുസരിച്ച് പുനഃസ്ഥാപിക്കുക. ഇത്തരം വളരെ അടിയന്തിരമായി പരിഹരിക്കേണ്ട ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ലംഘിക്കുകയല്ല, നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായ ഒരു സമയത്ത് ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഇന്നില്ല എന്നുള്ളതാണ്. ഭിന്നശേഷി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രൊമോഷനിലുള്ള സംവരണം സുപ്രീം കോടതി ഉത്തരവ് നിലവിൽ വന്നു, സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നിരുന്നാലും അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും നടപ്പിലാക്കുന്നതിന് ഒരു കാലതാമസം വരികയും അർഹമായ സമയത്ത് അത് ലഭിക്കാതെ വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രായമായതിനു ശേഷമാണ് സർക്കാർ സർവീസിലേക്ക് വരുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ഒരു സർവീസ് കാലയളവാണ് ഭിന്നശേഷി ജീവനക്കാർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി ലഭിക്കാതെ വരുമ്പോൾ അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവർ ആ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ പിന്നീട് കോടതി കയറി ഇറങ്ങി നേടിയെടുക്കേണ്ട ഒരു സാഹചര്യം വീണ്ടും വരുന്നുണ്ട്. ഞങ്ങളെക്കാൾ കഷ്ടപ്പാടാണ് ഈ ഒരു ജോലി ഇല്ലാത്ത ഭിന്നശേഷിക്കാരുടെ അവസ്ഥ. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം താൽക്കാലികമായിട്ട് ജോലി ചെയ്ത ഒരു ഭിന്നശേഷിക്കാർക്ക് പോലും സർക്കാർ സർവീസിൽ നിയമനം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ പി എസ് സിക്ക് നിയമന ഉത്തരവുകൾ കൈമാറുന്നുണ്ടെങ്കിലും അതിൽ ഭിന്നശേഷിക്കാരുടെ എണ്ണം വളരെ കുറവാണ്. നമ്മുടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ബോർഡുകളിലും ഒക്കെ തന്നെ സകലാംഗരായ ജീവനക്കാരെ നിയമിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് ഒരു പരിഗണന ലഭിക്കാതെ പോകുന്നുണ്ട്. അത് വളരെ സങ്കടകരം തന്നെയാണ്. എല്ലാ ഓഫീസുകൾ, കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് എത്തിപ്പെടാൻ ഇപ്പോഴും കഴിയാത്ത അവസ്ഥകളുണ്ട്. അതൊക്കെ നമുക്ക് ഭിന്നശേഷി സൗഹൃദമാക്കണം. അതുപോലെ തന്നെ ഓഫീസുകളിൽ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനം
അതില്ലാത്ത സ്ഥാപനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് നടപ്പിലാക്കണം. ഭിന്നശേഷിക്കാർക്ക് ഈ പല ജോലി സ്ഥലങ്ങളിലും അമിതമായ ഭാരം അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയുണ്ട്. സകലാംഗരായ ആൾക്കാർക്ക് അറിയില്ല. അത് വികലാംഗരുടെ ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ അറിയൂ. നമ്മൾ സാധാരണ നിങ്ങളെപ്പോലുള്ള ആരോഗ്യമുള്ളവരല്ല. പോളിയോ, അതുപോലെ സെർബൽ പാൾസി, അതുപോലുള്ള പല അസുഖങ്ങളുള്ളവർക്ക് ഇത് ചില കാലഘട്ടങ്ങളിൽ വളരെ ശാരീരികമായി ബുദ്ധിമുട്ടും ക്ഷീണവും അനുഭവിക്കുന്നവരാണ്. അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവിക്കുന്നവന് അതിൻ്റെ വേദന അറിയാം. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് സർക്കാർ ഇപ്പം കൂടെ നമ്മളോട് ഒരു മനുഷ്യത്വമായി പെരുമാറിയാൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സർക്കാർ എല്ലാ കാര്യവും നമുക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ പലതും കാണാതെ പോകുന്ന ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന ഭിന്നശേഷി ജീവനക്കാർ. ഭിന്നശേഷി ജീവനക്കാർക്ക് പ്രൊമോഷനിൽ 4% സംവരണം നൽകണമെന്ന് സെൻട്രൽ ഗവൺമെൻറ് RPW ആക്ട് പ്രകാരം പറയുന്നുണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ് ആ ആക്ട് അനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ് പാലിക്കുന്നുണ്ട്. പിന്നെ സംസ്ഥാന ഗവൺമെൻറ് അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഗവൺമെൻറ് അതിന് സന്നദ്ധമാണ്. പക്ഷേ നമ്മുടെ സകലാംഗരായ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥർ അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ ഈ 4% എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും 4% സംവരണം തന്നെന്ന് സുപ്രീം കോടതി വരെ വിധിച്ചിട്ടുണ്ട്. ആ വിധി ഇതുവരെ സംസ്ഥാന ഗവൺമെൻറ്റും മറ്റുള്ള സകലാംഗരായ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും അത് കേട്ടതായി ഭവിക്കുകയോ ആ കോടതി വിധി നടപ്പാക്കുകയോ ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഏറ്റവും പ്രതിഷേധമായ കാര്യമാണ്. അതുപോലെ കാലാകാലങ്ങളിൽ കൺവെയൻസ് അലവൻസ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ വെറും 200 രൂപയുടെ വർധനവാണ് നടത്തിയത്. അതിനു മുമ്പ് 400 രൂപ ആയിരുന്നത് 1000 രൂപയായി. കഴിഞ്ഞ ശമ്പള ഭരണ കമ്മീഷനിൽ 200 രൂപ മാത്രമേ വർദ്ധിപ്പിച്ചുള്ളൂ. ഞാൻ നെയ്യാറ്റിൻകര മിനി സിവിൽ സ്റ്റേഷനിൽ മുൻപ് ജോലി നോക്കിയതായിരുന്നു. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു നില ഇറങ്ങിയാണ് വരേണ്ടത്. ഇറങ്ങിയപ്പോൾ എൻ്റെ വടി സ്ലിപ്പാവുകയും ഞാൻ വീണുകയും ഏകദേശം 5 മാസത്തോളം കാലിൽ ഒരു ഫ്രാക്ചർ ഉണ്ടായി. ഞാൻ ചികിത്സയിലായിരുന്നു 5 മാസത്തോളം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓഫീസുകളെല്ലാം ഒന്നേ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ഇങ്ങനെയുള്ള നിർമ്മിച്ച് ഭിന്നശേഷി സൗഹൃദമാക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമായ കാര്യം തന്നെയാണ്. ഓക്കെ, ഗവൺമെൻറ് എല്ലാം ചെയ്യാൻ സന്നദ്ധമാണ്. പക്ഷേ ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ ബാക്കിൽ. അവർ ഇത് നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥർ, നമ്മുടെ സകലാംഗരായ മേലുദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. അതാണ് സർക്കാർ ഇതെല്ലാം ചെയ്യാൻ സന്നദ്ധമാണ്. സർക്കാർ അതിന് അനുമതിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മേലുദ്യോഗസ്ഥർ ഇതിനെ പിന്നോട്ട് വലിക്കുന്നൊരു അനുഭവമാണ് നമ്മുടെ ഈ കാര്യങ്ങളിൽ നടക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കാം. കാരണം പലർക്കും പല കാര്യങ്ങളും കിട്ടുന്നില്ല. പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്. എന്താണെന്ന് കഴിയുന്ന പല ആനുകൂല്യങ്ങളും സംഭവങ്ങളും ഇങ്ങനെ പലർക്കും കിട്ടാറുണ്ട്. കാരണം കേരളത്തിലെ ലിസ്റ്റ് നീട്ടി നോക്കിയാൽ അറിയാം നമുക്ക് എത്ര ഭിന്നശേഷിക്കാർക്ക് ജോലിയുണ്ടെന്ന്. ആ ജോലി അത്രയും ആൾക്കാർ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നെന്ന് അറിയാം. കാരണം ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു MLA ആരുമില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകൾ മാത്രമേ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഒരാൾ വേണം. എങ്കിലും അവരുടെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഉപയോഗിക്കുന്ന ഈ പരിപാടിയിൽ ഇവിടെയാണ്. അത് ഇത്രയാണ് 4% ആനുകൂല്യം ഇതെല്ലാം സർക്കാർ നടപ്പിലാക്കണം. കാരണം ഇവിടേക്ക് എല്ലാവർക്കും ജോലി പക്ഷേ ജോലി 60 വയസ്സ് വരെയാണ് പ്രായപരിധിയാണ് ചോദിക്കുന്നത്. ന്യായമാണ്. കാരണം 45 വയസ്സിൽ നമുക്ക് ജോലി സാധ്യതയുണ്ട്. 45 വയസ്സിൽ ജോലി കിട്ടുന്ന ഒരാൾക്ക് 15 വർഷത്തിന് ജോലി ചെയ്യാൻ പറ്റില്ല, 10 വർഷത്തിന്. അപ്പോൾ അവർക്ക് 5 വർഷം കൂടുതൽ കിട്ടുമ്പോഴേ അവരുടെ പെൻഷൻ്റെ അളവ് കൂടും. പക്ഷേ 50 വയസ്സിന് കുറയും. അത് സർക്കാർ നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ കുറേ പഠിക്കുന്നതാണ്. പഠിച്ച് വ്യക്തമായിട്ട് ഞാൻ നടപടിയെടുക്കും. ഞങ്ങൾ ഭിന്നശേഷി സ്ഥലം മാറ്റത്തിലെല്ലാ ഭിന്നശേഷി ജീവനക്കാർക്കും മാനദണ്ഡം നോക്കാതെ ഇളവ് നൽകുക. പിന്നെ എല്ലാ ഭിന്നശേഷി ജീവനക്കാർക്കും കൺവെയൻസ് അലവൻസ് ഉണ്ട്. അത് ഞങ്ങൾക്ക് 1200 രൂപയാണ്. മറ്റ് പെൻഷൻകാർക്ക് അത് 2000 രൂപ ആക്കിയപ്പം ഞങ്ങളതൊരു 5000 രൂപയെങ്കിലും ഞങ്ങൾക്കത് ആക്കിത്തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ പൊതുവെ പറയാൻ ഭിന്നശേഷിക്കാർക്ക് എല്ലായിടവും പരിഗണനയാണെന്ന് പറയുന്നത്. ഞാൻ KSRTCയിലാണ് യാത്ര ചെയ്യുന്നത്. കായംകുളത്ത് നിന്ന് ഞാൻ ഡെയിലി ആലപ്പുഴ വണ്ടാനം വരെ യാത്ര ചെയ്യും.
പക്ഷേ KSRTC ബസ്സിൽ പോലും ഒരു പരിഗണനയും ഇല്ല. കാരണം നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ സീറ്റ് പോലും ചോദിക്കുമ്പം മറ്റുള്ളവർ സകലാംഗരായ ആൾക്കാർ ഞങ്ങൾക്കിരിക്കണമെന്നുള്ളൂ പറയുന്ന ഒരു ഇതാണ്. അപ്പം നമ്മൾ വിചാരിക്കും പിന്നെ ഭിന്നശേഷിക്കാർക്ക് എവിടെയാണ് ഈ പരിഗണന ഉള്ളത്? അപ്പോൾ അവിടെയും ഞങ്ങൾക്കൊരു സ്ഥായിയായ ഒരു പരിഗണന ലഭിക്കുന്നില്ല. അതാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ ഭിന്നശേഷി ദിനത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്.